വെൽക്കം ടു ട്രൈഡൂർ. നമുക്കിന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ലെവൽ ഒരു FEG ആയിരുന്നു. ആ FEGയിലേക്ക് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട്. ഇന്നലെയും വന്നതിന് ശേഷം നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇന്നും ഏറെക്കുറെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, അതായത് ഒരു ബൈയിങ് ക്യാൻഡിലാണ് ഇപ്പോൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ആ ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നോക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിനു മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് നോക്കിയാൽ കാണാം ഒരു റീടെസ്റ്റ് ഒക്കെ വന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ലെവലിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലെവലിന്റെ പ്രൈസ് 62.304, അതുപോലെ 61.861 ആണ്. അതുപോലെ നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് 1 അവറിൽ. നമുക്ക് ഇനിയും കുറച്ചുകൂടി താഴെ പോയി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചുകൂടി റിഫൈൻ ചെയ്യാനുള്ള ഏരിയയും കൂടിയാണിത്. ഇനി താഴോട്ടേക്ക് വീണ്ടും വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവല് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു ലെവലിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. 59.841, അതുപോലെ 59.257 ആണ്. ഇനി വീണ്ടും താഴോട്ടേക്ക് ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 58.211, അതുപോലെ 57.657 ആണ്. ഇനി വീണ്ടും താഴോട്ടേക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് അടുത്തത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു മൊമെന്റം തന്നിരിക്കുന്നത്. ഈ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 56.701, 56.046 ആണ് ആ ലെവൽ വന്നിരിക്കുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സിംഗ് ഹൈ ഒരു നല്ലൊരു ലെവലാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. 63.968, അതുപോലെ 63.374 ആണ് ആ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ ലെവലിനെ, നേരത്തെ വരച്ചിരിക്കുന്ന ലെവലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് റിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിൽ ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നത്. അതിന്റെ സപ്പോർട്ട് ഏരിയ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് മാർക്ക് ചെയ്തിടാം. 60.296, അതുപോലെ 60.109 ആണ് 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാതെ ഒരു റീടെസ്റ്റ് തന്ന് താഴോട്ടേക്ക് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ. ഈ ലെവലിനെയും ഒന്ന് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെയും കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ലെവലിന്റെയും പ്രൈസ് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 61.330, അതുപോലെ 61.070 ആണ്. മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെയും മാർക്കറ്റ് നല്ലൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ പ്രൈസ് വരുന്നത് 61.435, അതുപോലെ 61.663 ആണ്. ഇനി നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുത്തനെയുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രെൻഡിന് ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിങ്ങിന്റെ താഴേക്ക് വരുവാണ് മാർക്കറ്റ്. താഴേക്ക് വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് മുകളിലോട്ട് വരിക. റീടെസ്റ്റ് വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് രണ്ടിടത്തിൽ നിന്ന് പ്രധാനമായിട്ട് വരാം. ആദ്യമായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് ഇതിനെ തൊട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റീടെസ്റ്റ് ആയിരിക്കും. അങ്ങനെ റീടെസ്റ്റ് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ വീണ്ടും, അതായത് നല്ലൊരു സെല്ലിംഗ് ക്യാൻഡിൽ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെല്ല് എടുക്കാം. പ്രത്യേകിച്ച് ഇതിന്റെ താഴോട്ടേക്ക് വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ റീടെസ്റ്റ് വരേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ്. ഈ ലെവൽ നോക്കിയാൽ കാണാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒരുപക്ഷെ ഇവിടേക്കോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോട്ടോ വന്നിട്ട് ഒരു റീടെസ്റ്റ് വീണ്ടും കാണിക്കാം. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് സ്ഥലത്തിൽ നിന്ന് റീടെസ്റ്റ് വരാം. പ്രത്യേകിച്ചും രണ്ടാമത് പറഞ്ഞ ഏരിയയിൽ നിന്ന് വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും നല്ലൊരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാം.
അങ്ങനെ വീണ്ടും മുകളിലോട്ട് പോയിട്ട് അതായത് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വീഴുന്നത് നല്ലൊരു പാറ്റേണോട് കൂടിയിട്ടാണെങ്കിൽ അവിടേക്കായിരിക്കും റീടെസ്റ്റ് വരുന്നുണ്ടാവുക. അങ്ങനെ ആ റീടെസ്റ്റിൽ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താം. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഒരു ക്വിക്ക് മൂവ്മെന്റ് ഒക്കെ കിട്ടി മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിൽ, അതായത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയോ അല്ലെങ്കിൽ ഇവിടെ എത്തിയതിനു ശേഷം, അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് എത്തിയതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ എൻട്രി എടുക്കാം. ആ ബൈ എൻട്രിയുടെ ടാർഗറ്റ് ഫസ്റ്റ് ലെവൽ ഇതാണ്, സെക്കൻഡ് ലെവൽ ഇതാണ് വരുന്നത്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ചിലപ്പോൾ ഇവിടേക്ക് എത്താം. ഇവിടെ നിന്ന് വീണ്ടും നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വരാം. സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിന് ഇവിടെയാണ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിന്നൊന്ന് കളിക്കും, താഴോട്ടേക്ക് ഇറങ്ങി ഇവിടേക്ക് എവിടേക്കെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോൾ 50 മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് വരച്ച എവിടേക്കെങ്കിലും ഇറങ്ങിയിട്ടൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എന്തായാലും നല്ല ഏരിയയിൽ നിന്ന് ട്രേഡ് കിട്ടുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല ട്രേഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ ആണ് ഓയിലിൽ ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു മൂവ്മെന്റ് തരാൻ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ്മെന്റ് തരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു ചെറിയൊരു ലെവലിൽ നിന്നിട്ട് അല്ലെങ്കിൽ ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. എന്തായാലും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.